ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് അനുയോജ്യമായ ട്രേഡിംഗ് സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നത്. ആ വീഡിയോ പല ആൾക്കാർക്കും യൂസ്ഫുൾ ആയത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന 4 ഇൻഡിക്കേറ്റേഴ്സും നിഫ്റ്റിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൈസ് ആക്ഷൻ ടെക്നിക്കൂടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. പല ആൾക്കാരും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഈ ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് ഇൻഡിക്കേറ്റർ വേണം യൂസ് ചെയ്യാം. പക്ഷേ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കാതെ 1, 2, 3 മാക്സിമം 4 അത്ര ഇൻഡിക്കേറ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് നോക്കുക. പക്ഷേ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ തുടക്കത്തിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1, 2 മാസം നിങ്ങൾ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഓരോ ആൾക്കാർക്കും ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും ചിലപ്പം കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. പിന്നീട് പറയാനുള്ള കാര്യം ചെയ്യാം, ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതാണ് പല ആൾക്കാർക്ക് അറിയാൻ പാടത്ത്. കാരണം എല്ലാ സിറ്റുവേഷനും ഉപയോഗിക്കാനുള്ള സംഭവമാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മാറി മാറി ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പഠിക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചാൽ മാത്രം പോലെ സെലക്റ്റീവായിട്ട് ഏതൊക്കെ സിറ്റുവേഷൻ ആ ഇൻഡിക്കേറ്റേഴ്സ് ഫലപ്രദമാകുമെന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാകും. ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇൻഡിക്കേറ്ററാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഇത് തന്നെയാണ്, മൂവിങ് ആവറേജ്. അതായത് ഇതൊരു ക്ലീശയാണ്, പക്ഷേ മൂവിങ് ആവറേജിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. കാരണം സ്റ്റോക്ക് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആവറേജ് മൂവ്മെൻറ്റ് നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന സാധനമാണ് മൂവിങ് ആവറേജ്. പിന്നെ മൂവിങ് ആവറേജ് തന്നെ പല സൈസ് ഉണ്ട്. അതായത് സിമ്പിൾ മൂവിങ് ആവറേജ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ട്, വോളിയം വെയ്റ്റഡ് മൂവിങ് ആവറേജ് ഉണ്ട്. അപ്പോൾ ഇത് പല ടൈപ്പ് മൂവിങ് ആവറേജ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ മൂവിങ് ആവറേജും നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റൈലിനനുസരിച്ചാണ് നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് പല ആൾക്കാർക്ക് അറിയത്തില്ലാത്തത്. നിങ്ങൾ ഇൻട്രാഡേ അല്ലെങ്കിൽ ഷോർട്ട് ടൈം പോലത്തെ ട്രേഡിംഗ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 200 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉറപ്പായിട്ടും നിങ്ങൾ ചാർട്ടിനകത്ത് പ്ലോട്ട് ചെയ്തുണ്ടായിരിക്കണം. കാരണം 200 EMA എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റോക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം 200 EMA നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 200 EMAയ്ക്ക് മുകളിലാണ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു ബുള്ളിഷ് ട്രെൻഡിലാണെന്നുള്ളതാണ്. അതായത് കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ 200 EMAയ്ക്ക് മുകളിലാണ് അതിൻ്റെ പ്രൈസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡ് ട്രേഡ് എടുക്കുന്നതാണ് കുറച്ചൊരു ബെറ്റർ. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്. നമ്മളൊരു കൺഫർമേഷന് വേണ്ടിയല്ല, നമുക്ക് ആ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയുള്ള ഏത് സൈഡിലോട്ടുള്ള ട്രേഡാണ് ബെറ്റർ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 200 EMAയ്ക്ക് താഴെയാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഡൗൺ സൈഡ് ട്രേഡ് എടുക്കുന്നതാണ് കുറച്ചൊരു ബെറ്റർ. ജസ്റ്റ് ചാർട്ട് നോക്കി തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഡിക്കേഷനാണ് 200 EMAയ്ക്ക് മുകളിലാണോ താഴെയാണെന്നുള്ളത്. അതിനെ ബേസ് ചെയ്താണ് ഏത് ഡയറക്ഷനാണ് നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ 20 EMA ആണ്. അതായത് നിങ്ങൾ ഷോർട്ട് ടൈം പീരീഡിലാണ് ട്രേഡ് എടുക്കുന്നത്, അല്ലെങ്കിൽ 3 മിനിറ്റ് 1 മിനിറ്റ് പോലത്തെ ടൈം പീരീഡിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 20 EMA ഉറപ്പായിട്ടും പ്ലോട്ട് ചെയ്യണം. ഈ 20 EMA വെച്ച് നിങ്ങൾക്ക് ക്രോസ് ഓവർ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് 200 EMA 20 EMA ക്രോസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അപ്സൈഡിലാണ് ക്രോസ് ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്സൈഡ് ട്രേഡ് എടുക്കാൻ പറ്റും. ഡൗൺ സൈഡാണ് ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തായിട്ട് പറയാനുള്ള മൂവിങ് ആവറേജ് പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ് VWAP എന്ന് പറയും, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഇതൊരു ലൈൻ പോലെ, അതായത് മൂവിങ് ആവറേജ് പോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇൻട്രാഡേക്ക് വേണ്ടിയാണ്. അതായത് അണ്ടർലൈങ് അസറ്റിന്റെ പ്രൈസ് VWAPന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് ട്രേഡ് കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. ഇനി VWAPന് താഴെയാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡ് പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ 200 EMA പോലെ തന്നെ ഇൻട്രാഡേക്ക് ഡിസിഷൻ മേക്കിംഗിനാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ബേസിക് ഐഡിയ മാത്രമാണ്. അതായത് ഇത് വെച്ച് ഒരിക്കലും ഒരു ട്രേഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ജസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂടെ മറ്റ് നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞത് എന്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മൂവിങ് ആവറേജ് ഉറപ്പായിട്ട് നിങ്ങൾ മാസ്റ്റർ ഉപയോഗിക്കുക. ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് മൂവിങ് ആവറേജ് യൂസ് ചെയ്ത്. അതായത് നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ മെത്തേഡിൻ്റെ കൂടെ മൂവിങ് ആവറേജ് ക്ലബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇത് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് ചാർട്ടിനകത്ത് പ്ലോട്ട് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്കത് ഒബ്സർവ് ചെയ്യാനും പറ്റും. അതാണ് മൂവിങ് ആവറേജ് ഏറ്റവും വലിയ ഗുണം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ CPR ആണ്. എല്ലാ ആൾക്കാരും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സാധനമാണ് CPR. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 3-4 ഇൻഡിക്കേറ്റേഴ്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ശരിക്കും പറയാൻ നല്ല പ്രോഫിറ്റ് ട്രേഡർ ആകണമെന്നുണ്ടെങ്കിൽ. അതായത് CPR എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നാരോ CPR ആണെന്നുണ്ടെങ്കിൽ അന്നൊരു ട്രെൻഡിങ് ഡേ ആണുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ബ്രോഡ് ആയിട്ടുള്ള CPR ആണെന്നുണ്ടെങ്കിൽ അന്ന് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ റീസണൂടെ പറയാം, അതായിരിക്കും എല്ലാവർക്കും അറിയേണ്ടത്. ബ്രോഡ് CPR എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം CPRന്റെ ബോട്ടവും CPRന്റെ ടോപ്പും തമ്മിൽ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നാരോ CPR ആണെങ്കിൽ ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്താൽ പെട്ടെന്നൊരു വളറ്റൈൽ മൂവ് അപ്പ് സൈഡോട്ടോ അല്ലെങ്കിൽ ഡൗൺ സൈഡോട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ നാരോ CPR എന്ന് പറയുമ്പോൾ ട്രെൻഡിങ് ഡേ ആണെന്ന് മാത്രമല്ല, നാരോ CPR ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ക്വിക്കായിട്ട് സ്കാൽപ്പേഴ്സ് ഒരുപാട് സ്കാൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നാരോ CPR ആകുമ്പോഴത്തേക്കും വലിയ സപ്പോർട്ട് ആക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യും. പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് വളറ്റൈൽ മൂവ് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് സ്കാൽപ്പ് ചെയ്ത് 10-20 പോയിന്റ് പിടിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ CPR വെച്ച് വേറൊരു സംഭവമുണ്ട്. അതായത് ഇന്നലത്തെ CPRനേക്കാൾ താഴെയാണ് ഇന്നത്തെ CPR ഇരിക്കുന്നതെങ്കിൽ
ഓരോ ദിവസം നോക്കുമ്പോഴത്തേക്കും CPR താന്നാണ് വരുന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ CPR മുകളിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇന്നത്തെ CPRനേക്കാൾ മുകളിലാണ് ഇന്നത്തെ CPR, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് ട്രെൻഡ് റിവേഴ്സൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇന്നലെ വരെയുള്ള CPR മുകളിലോട്ടാണ് ഇരുന്ന് ഇന്നത്തെ CPR അതിലും താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ CPRും മൂവിംഗ് ആവറേജും മാത്രം വെച്ച് ഒരുപാട് ആൾക്കാർ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പ്രൈസ് ആക്ഷൻ്റെ കൂടെ ഇത് ക്ലബ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ചാർട്ടിനകത്ത് നിരത്തിയിടേണ്ട ആവശ്യം വരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് ഇത് നോക്കി മാത്രം നമുക്ക് ഒരുപാട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത പ്രധാനമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ട്രെൻഡ് ആണ്. കണ്ടു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇൻഡിക്കേറ്റർ. അതായത് ഒരു സ്റ്റോക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റി ആണെങ്കിൽ എന്തായിക്കട്ടെ, ഇപ്പോൾ കൂടുതലും സ്റ്റോക്കിനകത്താണ് ഈ സൂപ്പർ ട്രെൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഒരു റിവേഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സൂപ്പർ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഇൻഡിക്കേഷൻ മാത്രം വെച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് വിസിബിളി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഡിക്കേഷൻ ആണ് സൂപ്പർ ട്രെൻഡ്. അതായത് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് ഇൻഡിക്കേറ്റർ പോലെ നിങ്ങൾക്ക് ഒരുപാട് അതായത് ശ്രദ്ധിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ട്രെൻഡ് റിവേഴ്സിൽ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല സ്വിംഗ് ട്രേഡൊക്കെയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ ട്രെൻഡ് മാത്രം വെച്ച് തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. പിന്നെ സൂപ്പർ ട്രെൻഡ് വെച്ച് സ്കാൽപ്പിംഗ് മെത്തേഡുകളുണ്ട്. അതായത് സൂപ്പർ ട്രെൻഡിൻ്റെ ഫാക്ടോറിയൽ മാറ്റി 2ഉം 4ഉം ഇടുക. അപ്പോൾ 2 സൂപ്പർ ട്രെൻഡ് വരുമല്ലോ, ഒരു ഫാസ്റ്റർ സൂപ്പർ ട്രെൻഡും ഒരു സ്ലോവർ സൂപ്പർ ട്രെൻഡും. ഈ 2 സൂപ്പർ ട്രെൻഡ് തമ്മിൽ ക്രോസ് ഓവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പല സ്റ്റോക്കുകളിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റാൻഡമായിട്ട് സ്റ്റോക്ക് എടുക്കുക, സ്റ്റോക്കിനകത്ത് നേരെ ഈ സൂപ്പർ ട്രെൻഡ് നിന്ന് പ്ലോട്ട് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്ത മെയിനായിട്ട് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പം RSI ആണ്. RSI എല്ലാവർക്കും അറിയാം. പക്ഷേ RSI ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അത് RSI മാത്രം വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം RSI എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കും. 20ക്ക് താഴെ RSI പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ സൈഡ് ട്രേഡ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. 60ക്ക് മുകളിലാണ് RSI നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പ് സൈഡ് ട്രേഡ് പ്രിഫർ ചെയ്യാവുന്നതാണ്. പക്ഷേ RSI മാത്രം നോക്കി ഒരിക്കലും ട്രേഡ് എടുക്കാൻ പാടില്ല. ഇതൊക്കെ ഒരു ലാഗിങ് ഇൻഡിക്കേറ്റർ, പെട്ടെന്ന് തന്നെ സ്വഭാവം മാറാനുള്ള സാധ്യതയുണ്ട്. ഈ RSI ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മറ്റ് ഇൻഡിക്കേറ്ററുടെ ക്ലബ് ചെയ്ത് ഇപ്പോൾ സൂപ്പർ ട്രെൻഡുമായിട്ട് നല്ലൊരു കോറിലേഷൻ ഉള്ളൊരു സംഭവമാണ് RSI എന്ന് പറയുന്നത്. ഇപ്പോൾ 2 സൂപ്പർ ട്രെൻഡ് ഞാൻ പറഞ്ഞു, 2 സൂപ്പർ ട്രെൻഡ് ക്രോസ് ഓവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ RSIയുടെ ഒരു കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും 1-2 സ്റ്റോക്സിനകത്ത് അല്ലെങ്കിൽ നിഫ്റ്റിനകത്തൊക്കെ നിങ്ങൾ വാച്ച് നോക്കണം. പലതവണ നിങ്ങൾ സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിന്നിംഗ് പ്രോബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഇൻഡിക്കേറ്ററാണ്. ഞാനും പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. അത്യാവശ്യം വർക്കിംഗ് ഒക്കെയാണ്. പിന്നെ ഞാൻ പ്രൈസ് ആക്ഷനോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയപ്പോഴത്തേക്കും ഇതൊക്കെ കുറച്ച് ഇൻഡിക്കേറ്ററൊക്കെ ഒരുപാട് ഇങ്ങനെ കടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ 1-2 ഇൻഡിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം വർക്കിംഗ് ആയിട്ട് ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ്, നിങ്ങൾ ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾ മാസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഓരോ ആൾക്കാരുടെയും സ്വഭാവം അനുസരിച്ച് ഏത് ഇൻഡിക്കേറ്ററാണ് അവർക്ക് കൂടുതൽ ബെറ്റർ റിസൾട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഡിഫറൻ്റ് ആണ്. ചിലർക്ക് സ്കാൽപ്പിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് പൊസിഷൻ ട്രേഡിംഗ് ആയിരിക്കും ഇഷ്ടം. ഓരോ ടൈപ്പ് ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഒരു സ്വഭാവമായിട്ട് ഏറ്റവും കൂടുതൽ ബ്ലെൻഡ് ആകുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന വരത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക ഏത് ഇൻഡിക്കേറ്ററാണ് ബെറ്റർ റിസൾട്ട് തരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് 3-4 ഇൻഡിക്കേറ്റേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് ആണ്. ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് അടിപൊളി ഒരു ടൂളാണ്. അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വരച്ച് നോക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് നോക്കി നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രെൻഡ് റിവേഴ്സൽസ് ഒക്കെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതായത് ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് കൂടുതലും ഒരു ലാർജർ ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്ത് നോക്കേണ്ടത്. ഒരു 30 മിനിറ്റിന് മുകളിലുള്ള ടൈം ഫ്രെയിം ഒക്കെ എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ കാണാൻ പറ്റും. സോണുകൾ തന്നെ നിങ്ങൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഫിബൊനാച്ചി റീട്രേസ്മെൻ്റ് വരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 38, 50, 60 ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 38 ആണ് ആദ്യത്തെ റിവേഴ്സൽ പോയിന്റ്. അവിടെ റിവേഴ്സ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് ഒബ്സർവേഷന് വേണ്ടി മാത്രമുള്ള സംഭവമാണ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്നത്. മിക്കപ്പോഴും മാർക്കറ്റ് റിവേഴ്സ് തരാൻ സാധ്യതയുള്ള സ്ഥലമാണ് 38. ഇനിയിപ്പോൾ 38ൽ നിങ്ങൾക്ക് റിവേഴ്സിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ 50 ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. 50% റീട്രേസ്മെൻ്റ് ആണ് ഏറ്റവും അടിപൊളി. 50% ആണ് 38നേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ റീട്രേസ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ 50ലോട്ട് എത്തുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. അവിടെ റിവേഴ്സ് നടക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്തായിട്ടാണോ പോകുന്നത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഉള്ളത് 60% ആണ്. 60% പിന്നെ ഓൾമോസ്റ്റ് ഒരു റിവേഴ്സിന് നടക്കുന്ന സ്ഥലമാണ്. അതായത് ഇപ്പോൾ കറണ്ട് ട്രെൻഡിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റിവേഴ്സിൽ വരാനുള്ള സാധ്യതയുള്ള സംഭവമാണ് 60%. 60% ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റിവേഴ്സൽ ട്രേഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്ലാൻ ചെയ്യാനാണ്. അപ്പോൾ ഇത് മാത്രം വെച്ച് നിങ്ങൾ ഒരിക്കലും കൺഫേം ചെയ്യല്. ഇത് ജസ്റ്റ് ഒരു ടൂൾ മാത്രമാണ്. ഈ ടൂൾ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കാൻ അറിയുന്നുണ്ടെങ്കിൽ വരച്ച് നോക്കി കൃത്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഏതാണ് നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്താണോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യാണോ ഏത് രീതിയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായ ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 4-5 ഇൻഡിക്കേറ്റേഴ്സ് മാത്രം പഠിച്ച് മാസ്റ്റർ ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിക്കും തോറും നമ്മുടെ തല കുറച്ചുകൂടെ പുകഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല.
ബേസിക് ആയിട്ടുള്ള ഈ 4-5 ഇൻഡിക്കേറ്റേഴ്സ് മാത്രം വെച്ച് നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് മാത്രം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാനുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഇൻഡിക്കേറ്റർ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പം ബ്രൂസിലി പറഞ്ഞ പോലെ തന്നെയാണ് 1000 വ്യത്യസ്തമായ കിക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കിക്ക് 1000 തവണ പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് മാസ്റ്റർ ചെയ്യാൻ പറ്റും. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. കാരണം 1, 2, 3 ഇൻഡിക്കേറ്റർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, എന്നിട്ട് അത് മാസ്റ്റർ ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. കാരണം അതൊരു മസിൽ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. പലപ്പോഴും നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ വേണമെന്ന് പോലും ഇല്ല, പക്ഷേ ആ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഫ്ലോ നിങ്ങളുടെ ഉള്ളിൽ അങ്ങ് കിടക്കും. ഇപ്പോൾ മൂവിങ് ആവർ നിങ്ങൾ പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ചിലപ്പം കുറേ നാളുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെയാണ് മൂവിങ് ആർ എന്നുള്ളൊരു ഹിൻഡ് നിങ്ങൾക്ക് കിട്ടും. അത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു മസിൽ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാറി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലും നിങ്ങൾക്കൊരു സംതൃപ്തിയും വരത്തില്ല, ഒന്നിനെപ്പറ്റി ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാതെ ഈ ബേസിക് ആയിട്ടുള്ള 4-5 ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിലും ഏറ്റവും ബെസ്റ്റായിട്ട് പോകുന്ന 1-2 മാത്രം നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള സംഭവം ഞാൻ പറഞ്ഞു. അതായത് നിഫ്റ്റിയിലാണ് നിങ്ങൾ ഓപ്ഷൻ, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയാണ് നിങ്ങൾ ഓപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിയാമല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ നമ്മൾ ചാർട്ടിനകത്ത് നോക്കി സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കിനൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതായത് ഓപ്ഷൻ ചെയിൻ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് കാണാൻ പറ്റും. അവിടെ എവിടെയാണോ ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ കൂടുതലുള്ളത് അതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഒന്ന് ലൈൻസ് ഇട്ട് മാർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ സ്ഥലം മാത്രം നിങ്ങൾ നോക്കിയാൽ, അല്ല ചാർട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ലോസും വൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ചിലപ്പം സപ്പോർട്ട് റെസിസ്റ്റൻസ് ശരിക്കും ആക്ച്വൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും ആയിരിക്കത്തില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓപ്ഷൻ ചെയിൻ നോക്കിയിട്ട് അതിനകത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്ന നോക്കുക. ഏത് ലെവലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം ഇനി നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. അവിടെ ഉറപ്പായിട്ടും ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ പറയാനുള്ളൂ. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ പല ആൾക്കാരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കാതെ ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ട കാര്യം ഫിൽട്ടർ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം വളരെ വൃത്തിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഷെയർ മാർക്കറ്റ് ഒരുപാട് പഠിക്കാനൊന്നുമില്ല. പഠിക്കോ ഈ 10,000 കണക്കിന് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചോ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചോ ഇതിനെപ്പറ്റി ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കുക. അതെങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ട സാധനം എന്ന് അറിയുന്നത് നിങ്ങൾ തുടക്കത്തിലൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം പഠിക്കുന്നുണ്ടല്ലോ. 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് 11ലോട്ട് കയറുമ്പോഴാണ് നമുക്ക് സയൻസ് വേണോ കൊമേഴ്സ് വേണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മളെല്ലാം പഠിക്കും. പക്ഷേ കുറച്ചുകൂടെ ഫോക്കസ്ഡാകുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഏത് വേണം നമ്മൾ ചൂസ് ചെയ്യും. അപ്പം കുറച്ചൊക്കെ ചൂസ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് ചൂസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നാരോ വരത്തില്ലേ. അപ്പം ഫൈനലിൽ എത്തുമ്പോൾ ഒരു PG ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖല നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ തുടക്കത്തിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതൊക്കെയാണോ നിങ്ങൾക്ക് വർക്കിംഗ് ആവുന്ന സംഭവങ്ങൾ അത് മാത്രം നിങ്ങൾ സെലക്റ്റീവായിട്ട് എടുത്തിട്ട് അതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ പ്രാക്ടീസാണ്. നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അല്ല നമ്മളെല്ലാം പഠിച്ചു റിയൽ മാർക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പേടിയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് റിയൽ മാർക്കറ്റ് ഞങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് റിസൾട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് റിയൽ മാർക്കറ്റ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ സൈക്കോളജിയും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമുക്കൊരു കൺട്രോൾ വേണം, നമുക്ക് സ്വയം ഒരു കൺട്രോൾ വേണമല്ലോ. അപ്പോൾ നമ്മളെ സ്വന്തമായിട്ടൊന്ന് കൺട്രോൾ ചെയ്യുകയും ഒന്ന് ഡിസിപ്ലിനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ആ സൈക്കോളജി എന്നുള്ള സംഭവം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ സൈക്കോളജിയെ പറ്റി ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും സൈക്കോളജി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സൈക്കോളജി ഒന്ന് കറക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഏതൊരാൾക്കും പ്രോഫിറ്റുകളാകാൻ പറ്റും. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മാത്രം പഠിക്കുക, അത് മാസ്റ്റർ ചെയ്യുക, സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഷെയർ മാർക്കറ്റ് ഈസ് വെരി സിമ്പിൾ ബട്ട് പവർഫുൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.